കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ വ്യാജ വോട്ട് ചേർക്കൽ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപന്റെ മൊഴിയെടുക്കാൻ പോലീസ് തിങ്കളാഴ്ച വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ടി.എൻ. പ്രതാപന് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് തൃശൂരിൽ നിന്ന്. അമൽ, കേന്ദ്രമന്ത്രിക്കെതിരെ വലിയ ആരോപണമാണ് ടി.എൻ. പ്രതാപൻ ഉന്നയിച്ചത്. ഇപ്പോൾ എന്തായാലും മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. വിവരങ്ങൾ ഉടൻ കൈമാറണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ, തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പുകയാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇതിൽ പ്രധാനമായും തൃശ്ശൂരിലെ നിലവിലെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി വ്യാജ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നൊരു ആരോപണവുമായിട്ട് ടി.എൻ. പ്രതാപൻ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ പരാതിയിൽ ഇപ്പോൾ ടി.എൻ. പ്രതാപന് തൃശ്ശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ വിഷയത്തിൽ വിവരങ്ങൾ കൈമാറുവാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ എത്തണമെന്നും വിവരങ്ങൾ കൈമാറണമെന്നുമാണ് ടി.എൻ. പ്രതാപന് നൽകിയിരിക്കുന്ന ഈ നോട്ടീസിൽ പറയുന്നത്. ഇതിന് പ്രകാരം ടി.എൻ. പ്രതാപൻ തിങ്കളാഴ്ച ഈ ഒരു നോട്ടീസിൽ പറയുന്നത് പ്രകാരം വിവരങ്ങൾ കൈമാറുവാൻ വേണ്ടി പോലീസിനെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നടക്കം ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നടക്കം തൃശ്ശൂരിൽ അരങ്ങേറുകയുണ്ടായി. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം കൂടി വരുന്നത്. പ്രവിധ, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.